പേഴ്സണലി അവൻ്റെ സംസാരവും പരിപാടിയൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. ഭയങ്കര നിഷ്കളങ്കമായിട്ടാണ് പല കാര്യങ്ങളും പറയുന്നത്. ചിലപ്പോൾ എന്ത് പറയണമെന്ന് വലിയ അറിവൊന്നുമില്ല, പുള്ളി മനസ്സിൽ തോന്നിയെങ്കിൽ പറയും. പക്ഷേ ഞാൻ പറയുമ്പോൾ പെഡിക്യൂർ ചെയ്യണം, സ്വന്തം ശരീരത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം, അതുകൊണ്ട് വേറൊരാൾക്ക് കൊടുക്കേണ്ട ഫുഡും എനിക്കെടുത്ത് തിന്നണം, അത് ശരിയല്ല. ഈ ഇപ്പോൾ ബിഗ് ബോസ് വരുന്ന സമയത്ത് സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ സംസാരിക്കുകയോ അടിപിടി ഉണ്ടാക്കണോ എന്ന് പറയുന്ന കുറേ ചിന്തകൾ സംഭവമുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പരിപാടിയാണ്, ഇവിടെ കുറേ ഫൺ സംഭവങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഒരു ചിന്തയ്ക്ക് അതിന് സാധ്യത കൊടുക്കുന്ന എനിക്ക് തോന്നുന്നു നിവിനല്ലേ കുറച്ചുകൂടി. അല്ല, നിവിൻ്റെ സംസാര രീതിയും അവൻ്റെ ചില ആക്ടിവിറ്റികളും ഒക്കെ കാണാൻ അത്യാവശ്യം നമുക്ക് രസമാണ്. ഒരു എൻ്റർടൈൻമെൻറ്റ് പരിപാടികളൊക്കെ അയാളുടെ പരിപാടിക്കകത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ പറഞ്ഞത് അതോടൊപ്പം ഈ മനസ്സിൽ സ്വാർത്ഥതയും കൂടെ ഒന്ന് കട്ട് ചെയ്തിരുന്നെങ്കിൽ അത് പാടില്ലെന്ന് എനിക്ക് അത്രക്കാരെ ഒട്ടും വർക്കല്ല. അതാണ് പേഴ്സണലി ആ ഒരു കാര്യം. ബാക്കിയൊക്കെ കൊള്ളാം. സദാചാരം ആണ് സാറേ എൻ്റെ മെയിൻ. സദാചാരം മെയിനായിട്ട് ഇപ്പം നമ്മുടെ ഈ സീസണിൽ ലക്ഷ്മി അത് ഭയങ്കരമായിട്ട് എടുത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അനുമോള് അത് ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാര്യം ഇതൊരു വലിയ വലതുപക്ഷ ചിന്താഗതിയുള്ളൊരു ഓഡിയൻസ് കാണുന്നൊരു ഷോ ആയതുകൊണ്ട് ആ വലതുപക്ഷ ഓഡിയൻസിനെ കയ്യിലെടുക്കാനുള്ള ഒരു നല്ല ബുദ്ധിയാണ് ഇവർ ഉന്നയിക്കുന്ന വിഷയത്തിൽ നിന്നുള്ള ഇതിൻ്റെ എന്താണ് യാഥാർത്ഥ്യം പുറത്തു വന്നു കഴിഞ്ഞാൽ ഷോവിനെ എന്നുള്ള രീതിയിലേക്ക് ഇതിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഇത് ഒഴിവാക്കുന്നുണ്ടോ, എഡിറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ചാനൽ സൈഡിൽ നിന്ന്? അവർ എന്ത് കണ്ടന്റും വിറ്റ് അവർ കാശാക്കും. അവർ ഇത്രയും കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് അവരിതെല്ലാം ചെയ്യുന്നത്. ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിൽ നമ്മൾ ജാസ്മിനെ പലതും പറഞ്ഞപ്പോഴേ ആ കുട്ടി ചായ എന്തോ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു, ചായയിൽ തുമ്മിന്ന്, അതവർക്ക് ഒഴിവാക്കിയ പോലായിരുന്നു. അതൊരു അബദ്ധം കാണിച്ച് അതിനകത്ത് ഇത്രയും ഒരാളെ വ്യക്തിഹത്യ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് അറിഞ്ഞും ചെയ്തതൊന്നും അല്ലെന്നേ. ഇത്രയും പ്രഷറൊക്കെ ഉള്ളൊരു സ്പേസിലാണ് നിൽക്കുന്നത്, അറിയാതങ്ങ് പറ്റിപ്പോയതാ അതൊക്കെ. അപ്പം പക്ഷെ അന്നേരം നീ ആലോചിച്ചു, അതുവരെ കാണിച്ച് അതിനകത്തൊരു ചർച്ച ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പലതും ചായയിൽ തുമ്മിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയം പോലുള്ളൂ. ഒരു ഉപ്പ് വയ്ക്കുന്ന കിസ് ചെയ്യുന്ന സീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടി ഗൗരവപരമായിട്ടാവുമല്ലോ. കിസ്സൊക്കെ ചെയ്താൽ അവർക്ക് ഏറ്റവും വലിയ TRP-യാണ്, ഹൈ TRP-യാണ്. കിസ് ചെയ്യുന്നത് നമ്മൾ സിനിമയിലല്ലേ സർട്ടിഫിക്കേഷൻ കിട്ടത്തില്ലേ, പ്രശ്നമല്ല. കിസ് നോർമൽ കിസ് സിനിമയാണ്, അതൊരു ഫിക്ഷൻ ആണെന്നുള്ളത് ചിന്തിക്കുന്നതും അയ്യോ അങ്ങനെ റിയൽ സംഭവം ഓഡിയൻസിന് സിനിമയും റിയൽ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് സിനിമയിൽ ഒരാളെ കൊല്ലുമ്പോഴത്തേക്ക് വിഷമം വരുന്നത്. ഇപ്പോൾ എൻ്റെ സിനിമയിൽ തന്നെ സെറീന മരിച്ചപ്പോഴത്തേക്ക് എൻ്റെ മോളിലിരുന്ന് ലക്ഷ്മിയോട് ചോദിച്ചു, അയ്യോ ഇനി സെറീനെ കാണാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചു. കാര്യം 10 വയസ്സുള്ളൊരു കുട്ടിയാണ്. പക്ഷേ അവളുടെ വിചാരം പണ്ട് കാലത്ത് സിനിമയെ കാണുന്ന ലാലേട്ടൻ മരിക്കുമ്പോൾ നമ്മളെല്ലാവരും കാര്യം നമുക്ക് എന്താ അറിഞ്ഞൂടെ സിനിമയാണ്, നമ്മൾ പിന്നെ എന്തിനാ നമ്മൾ ആകാശപൂത് കണ്ടിട്ട് എന്തിനാ കിടന്നത്. സിനിമയിൽ ഒരു ക്യാരക്ടർ സംഭവം ചെയ്യുന്നതും നമ്മൾ റിയാലിറ്റി ഷോയോ അല്ലെങ്കിൽ മറ്റു ഷോയിലോ നമ്മൾ കാണിക്കുന്നതും ആളുകൾ എടുക്കുന്ന മാറ്റം ഉണ്ടാവുമല്ലോ. പറഞ്ഞത് സിനിമയും ഫിക്ഷനായിട്ടല്ല പ്രേക്ഷകൻ കാണുന്നത്, സിനിമയും റിയൽ ആയിട്ടാണ് കാണുന്നത്. അല്ല, ഒരു വിഷ്വലിനപ്പുറത്തേക്ക് അല്ല രോഹ, ഇതിനകത്ത് ഭയങ്കര കോമഡി ഉണ്ട്. ഈ കാണുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. ഈ മൊബൈലിൽ കാണുന്ന സകല വീഡിയോസും, അതായത് ഒരുത്തൻ എനിക്ക് ഏറ്റവും അരോചകമായിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ കണ്ടൻറ്റാണ് നന്മ കണ്ടൻറ്റുകൾ, നന്മമരം കണ്ടൻറ്റുകൾ. ഒരു പാവം പിടിച്ചവനൊരുത്തൻ റോട്ടിയിരിക്കുന്നു, അവനോട് പോയൊരുത്തൻ സംസാരിക്കുന്നു, എന്താ മോനെ പണി? അത് ഞാൻ ചേട്ടാ ഞാൻ ഇന്ന ജോലി ചെയ്ത് ജീവിക്കുക, അല്ല ഇന്ന ലോട്ടറി വിറ്റ് ജീവിക്കുക. ആണോ? നിൻ്റെ ലോട്ടറി മൊത്തം ഞാനിങ്ങ് മേടിക്കുവാടാ മോനെ. എന്നിട്ട് ആ ലോട്ടറി മേടിക്കുന്നു. വാ, ഞാൻ നിന്നെ വെറുതെ വിളിച്ചതാ, വാ നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ഫുഡ് കഴിക്കാം. അവിടെ പോകുന്നു, അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കുന്നു, അവന് ഫുഡ് മേടിച്ചു കൊടുക്കുന്നു. ദാ ഈ ഷർട്ട് കൂടെ പിടിക്കുക, ഈ ഷർട്ടിൻ്റെ പരസ്യം കാണിച്ചുകൊണ്ടുള്ള, ഈ കടയുടെ പരസ്യം കാണിച്ചുകൊണ്ടുള്ള സാധനം ഇവന് കൊടുത്തിട്ട് അതിൻ്റെ വീഡിയോസ് എടുത്ത് മില്യൺസ് മ്യൂസിക് ഇട്ടിട്ട് അടിയിൽ കമൻറ്റ് നോക്കുമ്പോൾ മില്യൺസ് വ്യൂസും ലക്ഷക്കണക്കിന് ലൈക്കും. കമൻറ്റ് സെക്ഷനാണെന്നുണ്ടെങ്കിൽ ഇവൻ ജനിക്കാതെ പോയ ശ്രീകൃഷ്ണനോ അല്ലെങ്കിൽ യേശുക്രിസ്തുവോ സത്യസായി ബാബയോ എനിക്കറിയാൻ വയ്യ, എങ്ങനെ സമൂഹത്തിൽ ഇവരുടെയൊക്കെ പുനർജന്മമായിട്ടാണ് ഈ ഊളകളെ കാണുന്നത്. എന്താ കാര്യം? ഇത് സത്യമാണെന്നാണ് ഇവരുടെ വിചാരം. ഇത് ഇവൻ ക്യാമറയും വെച്ച് ഏർപ്പാടാക്കി മറ്റേ പയ്യനോട്, അതുപോലെ അങ്ങനെ പലതും. ഇപ്പം നിങ്ങൾ പ്രൊമോഷൻ ആണെങ്കിൽ കാണുന്നത് ഒരു പ്രൊമോഷൻ രീതിയിൽ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ ഒരാൾ ഒരു പാവപ്പെട്ട അതായത് ദൈന്യത പാവപ്പെട്ടവൻ്റെ അവസ്ഥ ഇവിടെ പോയി ആ വീഡിയോ എടുത്ത് അവൻ എന്തെങ്കിലും ഒരു ചില്ലറ കൊടുത്ത് അത് വലിയ നന്മയാക്കി അവതരിപ്പിച്ച് വലിയ നന്മപരം ചമയുന്ന ആൾക്കാർ കാണിക്കുന്നതെല്ലാം സത്യമാണെന്നാണ് നമ്മുടെ സമൂഹം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം സമൂഹത്തെ സംബന്ധിച്ച് ഈ മൊബൈൽ സ്ക്രീൻ, കാരണം ഇവൻ്റെ പ്രശ്നം അറിയോ, ഈ കാണുന്നത് ഇവൻ്റെ കണ്ണിലൂടെ റോട്ടിൽ കാണുന്നത് പോലെ കാണുന്നത്. ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കണ്ണായിട്ട് മാറും, പ്രേക്ഷകൻ്റെ കണ്ണായി ക്യാമറ മാറും. അപ്പം നേരിൽ കാണുന്ന രീതി കാണുകയാണ്, അല്ലാതെ അതൊരുത്തൻ്റെ പ്രീ പ്ലാൻ പരിപാടിയാണെന്ന് ചിന്തിക്കത്തില്ല. അതെല്ലാവരും കൂടെ ഒരു കുഴപ്പമാണത്.
നിറം മാറ്റത്തിൽ ഓന്തു വരെ ആത്മഹത്യ ചെയ്യും. ഞാനതിന് മുമ്പ് പറഞ്ഞതുപോലെ എനിക്കിത് കറക്റ്റ് പറഞ്ഞാൽ ഇത് സീസൺ 7 ഫുള്ളായിട്ട് കാണുന്നില്ലല്ലോ. കൂടുതലും 7, 5, 6 ഓക്കെ കണ്ട സീസണിൽ വെച്ച് അറിയാവുന്ന കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് പറയാം. നിറമാറ്റം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇപ്പൊ ശൈത്യ ഇവരൊക്കെ എവിക്റ്റ് ആയി പോയി. ഇവരൊക്കെ എനിക്ക് തോന്നുന്നത് അതിപ്പോൾ അവർക്ക് തന്നെ റിയാലിറ്റി മനസ്സിലായി കാണല്ലോ എന്തുകൊണ്ട് എവിക്റ്റ് ആയി പോയെന്നുള്ളത്. അപ്പം അവരൊക്കെ വന്നേക്കുന്ന ഒരു സഡൻ ഷിഫ്റ്റ്, അപ്പുറത്തിരുന്ന് മാറി സംസാരിച്ചിട്ട് പിന്നീട് ഇവരുടെയൊക്കെ ക്യാരക്ടർ മാറുന്നത് ഹൗസിൽ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ, സോ ശൈത്യ നെക്സ്റ്റ്. കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ അത് ബിഗ് ബോസിൽ കയറിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇറങ്ങിപ്പോയ പല മത്സരാർത്ഥികളെയും സംബന്ധിച്ച് എനിക്ക് അത് തന്നെ പറയാനുള്ളത്. ഏറ്റവും ഒട്ടും ഡിസേർവിംഗ് അല്ലാത്ത നിന്ന് പക്ഷെ ആൾക്ക് കുറെ ഏറൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നിയ ആരായിരിക്കും? അല്ല, അതായത് ഇപ്പം ഇത് കയറിയിട്ട് ആ പ്ലാറ്റ്ഫോം ഇപ്പം നമ്മളെ സീക്രട്ട് ഏജൻറ്റ് സായി തൊട്ട് കഴിഞ്ഞ സീസണിൽ യൂസ് ചെയ്തില്ല. അപ്പോൾ അതായത് ഭയങ്കര ആഗ്രഹിച്ച് കയറിയവരാണ് ഇവരൊക്കെ. ആ പ്ലാറ്റ്ഫോമിനെ യൂസ് ചെയ്യാതെ വെറുതെ വന്നിട്ടിരുന്ന് ഇത് കണ്ടിട്ട് പോയി എന്നൊക്കെ പറയാം. പിന്നെ സായി ബുദ്ധിപരമായിട്ട് കാര്യം ചെയ്തു, അവൻ പൈസ എടുത്തോണ്ടാ പോയത്. അക്കാര്യത്തിൽ അവൻ എടുക്കാനാണ്. അതെ, അവൻ നന്നായിട്ട് ചെയ്തു കാര്യം. വിന്നർ ആവാൻ കഴിഞ്ഞില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പൈസ എടുത്ത് തന്നെ ഇറങ്ങിയ കാര്യം. ആൾ അൾട്ടിമേറ്റ്ലി റണ്ണറപ്പ് ഒന്നുമില്ല. പറയുമ്പം സെക്കൻഡ് റണ്ണറപ്പ് ആണെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അതാണ് അതവൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറയും. പക്ഷേ ഹൗസിനുള്ളിൽ ഒരു ചലനം ഉണ്ടാക്കിയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായി വന്നേനെ. പിന്നിപ്പം ഇപ്പോൾ ഈ സീസണുകളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് ഈ വൈൽഡ് കാർഡായിട്ട് കയറിയ പ്രവീൺ. ഇത് ഇയാൾ എന്തിനാണ് കയറി, ഇയാൾ എന്തിനാണ് സെലക്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ സാബുമാൻ എന്ന് പറയുന്ന വിഷയം പുള്ളി എന്തിനാണ് സെലക്ട് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം അതിനകത്ത് നിൽക്കുന്ന പല പൊട്ടൻഷ്യലുള്ള ആൾക്കാർക്കൊപ്പം എന്തെങ്കിലും രീതിയിലൊരു ചേഞ്ച് കൊണ്ടുവരാനുള്ള ശേഷി ഇവർക്ക് ആർക്കും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെയും ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ലക്ഷ്മിയുടേതായിട്ടുള്ളൊരു സ്പേസ് ഹൗസിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നോട് കളിക്കാൻ ആരുണ്ടടാ, കീലേരി അച്ചു ഗുണ്ടമൂടാരാ കുറച്ച് വാക് സാമർത്ഥ്യം കൊണ്ട് നിന്ന് ഒരു കീലേരി അച്ചു ഒന്നിട്ട് ചെയ്യൂല എന്നാ. അല്ല, ബിഗ് ബോസിൽ ബേസിക്കലി കീലേരി അച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. കീലേരി അച്ചു ആകെ പിടിച്ച് നീ കൊച്ചു പിച്ചാത്തില്ല, അല്ലാതെ വാക്കുകൊണ്ടല്ല. കയ്യിൽ പണ്ടങ്ങാണ്ട് പാക്കുട്ടിയപ്പോൾ അതിനകത്ത് ഒരുത്തം വന്ന് വീണ്ടും മരിച്ചതിന്റെ പേരിൽ വലിയ ഗുണ്ടയായ ഒപ്പം തന്നെ പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടും പിടിക്കും അല്ലെങ്കിൽ ഒരു നിലനിർത്തുന്നുണ്ട് ഞാൻ ഡോമിനേറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ എന്നാൽ ഒന്ന് കാര്യത്തിൽ പൊതുവേ ഈ ഹൗസിൽ പല ആൾക്കാർക്കും അങ്ങനെ ഒരു മനോഭാവമുണ്ട്. നമ്മൾ വലിയ സംഭവമാണെന്നൊരു മനോഭാവത്തിലകത്ത് നിൽക്കും. അങ്ങനെ അപ്പം ഇതിൽ ഈ സീസണിൽ ജിഷിൻ ഏറെക്കുറെ ഒരു കീലേരി അച്ചു പരിപാടിയകത്ത് നടത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പുള്ളി മറ്റേ കണ്ണൂരുകാരനാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാലക്കാട് സ്ലാങ്ങാണ്. നീ എന്താണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള ബഹളം. ഞാൻ ആദ്യം ചോദിച്ചു ഈ സ്ലാങ് ഇങ്ങനെ മാറിയെന്ന്. പൊട്ടക്കിണറ്റിലെ തവള ഒരു 80% ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ പേര് എനിക്ക് പറയേണ്ടി വരും. കാര്യം സമൂഹമായിട്ടോ മറ്റു പല കാര്യങ്ങളോട്ടോ യാതൊരു പൊതുബോധമില്ല എന്നുള്ളതാണ് സമകാലിക വിഷയങ്ങളായിട്ട് അറിയാൻ ശ്രമിക്കുന്നുമില്ല, പഠിക്കാൻ ശ്രമിക്കുന്നതുമില്ല. അതുകൊണ്ട് കൂപമണ്ടൂകം എന്നത് ഒരുപാട് പേർ കൂട്ടത്തിലെ പേര് പറയാനില്ല. നമ്മൾ 80% ഓഫ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റുകളുടെ പേര് പറയേണ്ടി വരും. ഇത് നമ്മൾ വലിയ സംഭവം എന്നുള്ള രീതിയിലല്ല, അവർ തന്നെ സൃഷ്ടിച്ച് പുറത്ത് കൊടുത്തേക്കുന്നതും ഹൗസിനുള്ളിൽ കൊടുത്തേക്കുന്നതും പറഞ്ഞു വെച്ചേക്കുന്ന പല കാര്യങ്ങളും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരെയൊക്കെ ഏറെക്കുറെ അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ബിഗ് ബോസ് ഹൗസ് എപ്പോഴും കേരളത്തിൻ്റെ ഒരു മിനിയേച്ചറാണ്. കേരളത്തിൻ്റെ തന്നെ ലോകത്തിൻ്റെ ഒരു മിനിയേച്ചറാണ്. ആ മിനിയേച്ചറിനുള്ളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും സമൂഹം ചർച്ച ചെയ്യപ്പെടണം.